ഹലോ ഗൈസ്, ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങൾ. ഞാൻ രാവിലെ എണീറ്റ് വന്നതേ പത്രമൊക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇവനെ തുറന്നു വിടാൻ പോവാണ് കേട്ടോ. ഇനി കുറച്ചധികം നേരം ഇവന്മാരുടെ കൂടി ഇരിക്കും. ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അച്ഛനും അമ്മയും ആലപ്പുഴയ്ക്ക് പോയി, അനിയത്തിയാണെങ്കിൽ സ്കൂളിലും പോയി. എനിക്കാണെങ്കിൽ ഇപ്പോൾ എക്സാം നടക്കണ കാരണം സ്റ്റഡി ലീവാണ്. അങ്ങനെ കുറച്ചധികം നേരം തന്നെ ഇവരുടെ കൂടി ഇരുന്നു കേട്ടോ. അവരുടെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. അവരുടെ കൂടെ കളിച്ചതിന് ശേഷം അടുക്കളയിൽ വന്നിട്ട് അരിയൊക്കെ വാർക്കുവാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. കാരണം ഇവിടെ കടലക്കറി ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ കടലക്കറിയും പുട്ടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ പോവാണ്. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പൊടി എടുത്ത് നനച്ചുണ്ടാക്കിയത്. എനിക്ക് മാത്രം മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്ത് പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് വന്നിട്ട് പുട്ടും കടലക്കറിയും കൂടി എടുത്ത് കഴിക്കുവാണ് കേട്ടോ. പിന്നെ ഈ മാങ്ങ എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ കണ്ടു. അങ്ങനെ നല്ല ഭംഗിയുള്ള കാരണം കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൂമിലൊക്കെ സ്മെല്ല് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന പാത്രമൊക്കെ ഫുള്ള് കഴുകി കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടച്ചിട്ടേക്കാണ് കേട്ടോ. കുറച്ചധികം പൊടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ സിങ്കൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ചിട്ടു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരി തൂക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ അടിച്ചു വാരി തൂത്തൊക്കെ ഇട്ടു. പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. പിന്നെ അവിടെ തുടച്ചും കൂടി ഇട്ടു കേട്ടോ. വൈറ്റ് ടൈലായതുകൊണ്ട് പൊടിയൊക്കെ പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ അടുക്കളയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അവിടെയും തുടച്ചിട്ടു. പിന്നെ സിറ്റ് ഔട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ട കുറച്ച് ഡ്രസ്സൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കുത്തിപ്പിഴിഞ്ഞൊക്കെ ഇട്ടു. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ പാത്രം ഉണക്കാൻ വെക്കുന്നത്, സിറ്റ് ഔട്ടിൽ തന്നെ. അവിടെ നല്ല വെയിൽ വരും. അപ്പോൾ അവിടെ ഇരുന്ന് പാത്രമൊക്കെ ഉണങ്ങിക്കോളും. പിന്നെ ഏകദേശം ഉച്ചയായപ്പോൾ അവന്മാർക്ക് ഞാൻ ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവർക്ക് ചോറും ചിക്കനും കൂടിയാണ് കേട്ടോ കൊടുക്കണത്. അവർക്ക് ഉച്ചക്കും വൈകുന്നേരമാണ് ചോറ് കൊടുക്കണത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ചധികം ചോറ് കൊടുക്കും കേട്ടോ. പിന്നെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടാണ് കേട്ടോ കൊടുക്കണേ. വേറെ ഒന്നും ആഡ് ചെയ്യില്ല. ഉപ്പൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഞാനും ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ഏകദേശം 2 മണി ആകാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചോറ് കഴിച്ചു. ഇന്നാണെങ്കിൽ കിഴങ്ങ് തോരനും ചിക്കൻ വറുത്തതും മീൻകറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിങ്കൊക്കെ ഒന്ന് കഴുകിയിടുവാണ് കേട്ടോ. കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴുകിയിടാന്നൊക്കെ കരുതി അതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ തുടച്ചിടണം. കാരണം മീൻകറിയൊക്കെ കഴിച്ചാലും നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.